ഒരു 6-7 മാസം മുമ്പുള്ള ഒരു ക്ലയൻറ്റിൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടാവാം. കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 6 മാസം മുമ്പ് എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അവരൊരു ബൊട്ടീക്ക് ഓണറാണ്, ഫ്രം എറണാകുളം. സോ അവർ എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ കുറച്ച് പരാതികൾ പറഞ്ഞാണ്. ഞാൻ അതിരാവിലെ 6 മണിയാകുമ്പോൾ തൊട്ട് എഴുന്നേക്കും. ആദ്യം ഞാൻ നോക്കുന്നത് എൻ്റെ വാട്സപ്പാണ്, ബിസിനസ് വാട്സപ്പാണ്. കാരണം ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തതിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തതിൽ, അല്ലെങ്കിൽ പുതിയ കളക്ഷൻ വന്നപ്പോൾ പോസ്റ്റ് ചെയ്തതിൽ, അതിൽ നിന്നൊക്കെ എനിക്ക് എൻക്വയറീസ് വരാറുണ്ട്. ഓൾമോസ്റ്റ് നൈറ്റിലായിരിക്കും അവർ ക്വറീസ് ഇടുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ റിപ്ലൈ ചെയ്താലേ ആ സെയിൽ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഷനോട് കൂടിയാണ് ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആദ്യം മൊബൈൽ എടുത്ത് ആ മെസ്സേജുകൾക്ക് എല്ലാം റിപ്ലൈ കൊടുക്കും. മെജോറിറ്റി ആൾക്കാരും പ്രൈസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ അതിനുശേഷം ഇവർ അവരുടെ ആ ഡേ കംപ്ലീറ്റ് തീരുമ്പോഴത്തേനും അവരുടെ ഫാമിലി ടൈമിൻ്റെ കൂടെ ആണെങ്കിലും ഈവൻ ലഞ്ചിൻ്റെ ടൈമിനാണെങ്കിലും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ത്രൂ ഔട്ട് ഇവരുടെ എപ്പോഴും അറ്റൻഷൻ മൊബൈലിലായിരിക്കും. കാരണം ആരെങ്കിലും റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ അതിന്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ക്വറീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ അയക്കണ്ടേ. പിന്നെ അതുമാത്രമല്ല, രാവിലെ അവർ 6 മണി തൊട്ട് രാത്രി 10-11 മണി വരെ ഇവർ ഈ ഫോണിൽ പരമാവധി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവരവരുടെ സ്റ്റോറ്, അതേപോലെ തന്നെ സ്റ്റാഫിനെ, സ്റ്റിച്ചിങ് യൂണിറ്റ്, ഇതെല്ലാം അവർ മാനേജ് ചെയ്യുന്നുണ്ട്. സോ അവർ പറഞ്ഞ പരാതി ഒറ്റ വാക്കിൽ ഇങ്ങനെയായിരുന്നു: ഞാൻ രാവിലെ 6 മണി തൊട്ട് രാത്രി 10-11 മണി വരെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് സെയിൽ കിട്ടാത്തത്? അതേപോലെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് അവർ പറഞ്ഞു. 1-2 അവരുടെ ലൊക്കാലിറ്റിയിലുള്ളവർ തന്നെയാണ്. പക്ഷെ അവർ ഇത്രയും കാര്യങ്ങളൊന്നും കഷ്ടപ്പെടുന്നില്ല. അതേപോലെ അവരുടെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുമാണ്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് കച്ചവടം കൂടുതൽ നടക്കുന്നു, എനിക്ക് വളരെ കുറവ് നടക്കുന്നു? സോ അവരുടെ ആ പരാതി, സങ്കടം കേട്ടതിന് ശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചു. സോ അപ്പം എനിക്ക് മനസ്സിലായി അവർക്ക് ബിസിനസ് ചെയ്യാൻ നല്ല ക്ലാരിറ്റി ഉണ്ട്. അവരുടെ ബിസിനസ് സ്മൂത്തായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ അവരുടെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. അതായത് അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് തരാം. കാരണം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ഞാൻ എന്ത് ഉത്തരം പറയുന്നു. സോ നിങ്ങൾക്ക് ആ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ആഫ്റ്റർ 2 months അവർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കോച്ചിങ്ങിലൂടെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവർ നല്ല രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എന്ത് മാർക്കറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി പഠിച്ചു. സ്മൂത്തായി പഠിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കുറേ ലെസൺസ് അല്ല. നമ്മൾ സാധാരണ കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സുകളിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയ പ്രോംപ്റ്റ് കൊടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് കുറേ ക്ലാരിറ്റി അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കോണ്ടന്റ് ഐഡിയ കിട്ടുന്നു. ദെൻ നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പം തന്നെ നിങ്ങളുടെ പേജുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനു മുമ്പ്, ഈ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ കണ്ടന്റ് പോസ്റ്റ് ചെയ്തതുപോലെ അല്ല ഇപ്പം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൺസിസ്റ്റൻ്റായി, ഓർഗാനിക്കായി, അതായത് യാതൊരു ക്യാഷ് മുടക്കും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൾക്കാരെ, കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു 2 മാസത്തിന് ശേഷം അവർ നമ്മളോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: ഇപ്പം എനിക്ക് സമയമുണ്ട്, മാർക്കറ്റിംഗ് പ്രോപ്പറായി ചെയ്യാൻ പറ്റുന്നുണ്ട്, സെയിൽസ് പണ്ടത്തേനേക്കാളും കൂടി, എനിക്ക് 100 പേർക്ക് മറുപടി കൊടുത്തിട്ട് ഒരു സെയിലും നടക്കാതിരുന്ന സ്ഥലത്തുനിന്ന് എനിക്കൊരു 15-20 പേർക്ക് മറുപടി കൊടുത്താൽ മതി, എങ്ങനെയായാലും അതിലൊരു 50-60% സെയിൽ നടക്കുന്നുണ്ട്. സോ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന ക്ലാരിറ്റിയോടെ എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വന്തം മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്ലീസ് ടൈപ്പ് RD ഇൻ ദ ചാറ്റ് ബോക്സ്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യാം, പിന്നീട് മറുപടി പറയാം.
ഫസ്റ്റ് ഇതാണ് കാര്യം. ഒന്ന്, നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, എവിടെ നിന്നാണ് നിങ്ങളുടെ ലാസ്റ്റ് 10 കസ്റ്റമർ വന്നിരിക്കുന്നത്? എവിടെയെന്ന് ഒന്ന് ലൊക്കേഷൻ ആവാം. പിന്നെ ആ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കേരളം എന്ന് മാത്രം എഴുതി വെക്കരുത്. കാരണം ഏത് ഡിസ്ട്രിക്റ്റാണ്, ഏത് പോസ്റ്റാണ്, അല്ലെങ്കിൽ ഏത് സിറ്റിയാണ്, ടൗൺ ആണ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഒരു 10 കസ്റ്റമർ ഒരിക്കലും ഒരേ സ്ഥലത്ത് നിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് 10 കസ്റ്റമേഴ്സ് അത് നിങ്ങളുടെ റെക്കോർഡ് എടുത്ത് നോക്കുക. ഫസ്റ്റ് 10 കസ്റ്റമേഴ്സ് കൊറിയർ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് അഡ്രസ് ഉണ്ടാവും. സോ അവസാനത്തെ 10 കസ്റ്റമേഴ്സ് നിങ്ങളുടെ എവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ദെൻ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അതായത് ഏത് സോഴ്സ് എന്നാണ്. സോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് റെഫറൽ ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ കസ്റ്റമർ വീണ്ടും വാങ്ങിയതായിരിക്കാം, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കാം, ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, യൂട്യൂബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് ആ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് വന്നതായിരിക്കാം. അപ്പം ആ സോഴ്സ് കറക്റ്റ് എഴുതണം. അതായത് നമ്മൾ ആദ്യം 10 കസ്റ്റമേഴ്സ് എവിടെ നിന്ന് വന്നു എന്ന് എഴുതി ഈ 10 കസ്റ്റമേഴ്സിൻ്റെയും സോഴ്സ് എവിടെ നിന്നാണെന്ന് എഴുതണം. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് ഓക്കെ ഇൻ ദ ചാറ്റ് ബോക്സ്. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ടൈപ്പ് ആർ ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു. യാ, സോ മൂന്നാമത്തെ കാര്യം, നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ റീസൺ ആ കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയത്? ഒന്നും കൂടെ പറയാം, എന്തുകൊണ്ടാണ് ഈ 10 കസ്റ്റമേഴ്സിൻ്റെ ഡയറക്റ്റ് എഴുതുക. എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയത്? റീസൺ ഉണ്ടാവും. ചിലപ്പം ഒരു റീസൺ ആയിരിക്കും, ചിലപ്പം ഒരു 5 പേർക്ക്, ചിലപ്പോൾ ഒരാൾക്ക് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി കിട്ടും. അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് 1 by 1 ആയിട്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 പോയിന്റുകൾ ഒന്നും കൂടെ പറയാം. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ അവസാനത്തെ 10 കസ്റ്റമർ എവിടെ നിന്ന് വന്നു, സ്ഥലം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പിന്നെ രണ്ടാമത്തത്, ഏത് സോഴ്സ്, ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ, വാട്സപ്പ് സ്റ്റാറ്റസ് ആണോ, റെഫറൽ ആണോ, അതോ റിപ്പീറ്റഡ് ബൈയിങ് ആണോ എന്നൊക്കെ എഴുതുക. ഇനി മൂന്നാമത്തത്, എന്തുകൊണ്ട്, എക്സാക്ട്ലി പറഞ്ഞാൽ എന്തുകൊണ്ട് ആ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ പ്രൊഡക്റ്റ് വാങ്ങി, അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചിലപ്പം ഓൾറെഡി നിങ്ങൾ അത് സംസാരിച്ചിട്ടുണ്ടാവാം. ഇനി അതെല്ലാം നിങ്ങൾ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ, ചിലപ്പോൾ ആലോചിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു 5 or 6 റീസണുകളായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കസ്റ്റമർക്ക് ആ ഒരു പോൾ എന്ന രീതിയിൽ, വാട്സപ്പ് പോള് നിങ്ങൾക്കറിയാലോ, വാട്സപ്പിൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഐക്കൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളൊരു ചോദ്യം എഴുതുക, എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് റീസൺ എന്നെഴുതുക. എന്നിട്ട് നിങ്ങളുടെ 5 or 6 ക്വസ്റ്റ്യൻസ് അല്ല, 5 or 6 ഓപ്ഷൻസ്, അത് നിങ്ങൾ ആ പോളിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ പോള്? കാരണം നമ്മൾ അനാലിസിസ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കസ്റ്റമേഴ്സ് ആരും അവരുടെ ഫീഡ്ബാക്ക് പറയാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് എപ്പോഴും ഈസി ആയിട്ട് ഇപ്പം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും കാണുന്ന സ്റ്റാർ റേറ്റിംഗ്. ഒരാൾ 5 star റേറ്റിംഗ് ഇട്ടാലും അവർക്ക് ഒരു വാക്ക് പോലും പറയാനുണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ സാഹചര്യമാണ് നിലവിലെ മലയാളി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും. സോ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയത് എന്ന് ചോദിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു 1 ആക്ടിവിറ്റി. അതായത് ഈ 10 കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസിനും എഗെയിൻസ്റ്റ് ആയിട്ട് 1 ആക്ടിവിറ്റി നിങ്ങൾ എഴുതണം. അതായത് എന്തുകൊണ്ടാണ് ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്, ഞാൻ 1 മാസം മുമ്പ് ഫേസ്ബുക്കിൽ ഇന്ന പോസ്റ്റ് ഇട്ടു. ഇന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കണം. ആ പോസ്റ്റിലെ കോണ്ടന്റ്, അതിൻ്റെ പ്രൈസ്, അതേപോലെ തന്നെ ഇപ്പോൾ മേ ബി ഒരു ബൊട്ടീക്ക് ആണെങ്കിൽ ഒരു സീസണലായിരിക്കും. മേ ബി ഒരു ഓണത്തിൻ്റെ ഡ്രസ്സാണെങ്കിൽ ആ ഡ്രസ്സിന്. അപ്പോൾ അതാണ് ഒരു എക്സാക്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ ഓരോരോ ആക്ടിവിറ്റിയും നിങ്ങൾ ഈ 10 കസ്റ്റമേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് 10 കസ്റ്റമേഴ്സിൻ്റെ നേരെ എഴുതണം. എന്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലി മനസ്സിലാവും ഈ 10 പേരിൽ നിന്നും ഏതെങ്കിലും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി. അതായത് ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ABCD എന്നെടുക്കാം. അപ്പോൾ 10 എണ്ണത്തിൽ A ഒരു 3 സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റി, A എന്ന് പറഞ്ഞാൽ സെയിം ആക്ടിവിറ്റി, B എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്ത് കാണാൻ പറ്റി, C എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയാണ് ബാക്കി മുഴുവനും. അപ്പോൾ ടോട്ടലി 5 സ്ഥലത്ത് C ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവന്ന് തരുന്ന ആക്ടിവിറ്റി. ഒന്നും കൂടെ പറയാം,
നിങ്ങളുടെ കസ്റ്റമറെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ആക്ടിവിറ്റി, അത് സി ആണ്. അപ്പോൾ ആ സി എന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ എഴുതി മാറ്റി വെക്കേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞ ഫേവറേറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് അത്. കാരണം അത്രയും 5 പേരെ കൊണ്ടുവന്ന സി എന്ന ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ലീഡ് മാഗ്നറ്റ് എന്ന് പറയാം. ലീഡ് മാഗ്നറ്റ്, 1 സെക്കൻഡ്. ലീഡ് മാഗ്നറ്റ് എന്ന ടേം കേട്ട് പേടിക്കണ്ട. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, അത്രേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് നിങ്ങൾ ഈ ആഴ്ച ഫുള്ള് ചെയ്യേണ്ടത് ആ ഒരു ആക്ടിവിറ്റി എങ്ങനെ 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 ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. ഇപ്പോൾ പല ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ പ്രശാന്ത് സാറ് വെൽനസ് പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, ശരിക്കും അതിലായിരിക്കും കൂടുതൽ സെയിൽ വന്നിട്ടുണ്ടാവുക. അതുപോലെ കഴിഞ്ഞ ദിവസം വേറൊരു സാറുണ്ടായിരുന്നു നമ്മുടെ കോച്ചിങ്, PSC കോച്ചിങ്ങിൻ്റെ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കാം, ആ ഒരു കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ കോഴ്സ് ഫേസ്ബുക്കിലോ ടെലഗ്രാമിലോ ഏതെങ്കിലും ചാനൽ ആക്ടിവിറ്റി ആയിരിക്കാം. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരുമെങ്കിൽ നമ്മൾ ഫീഡ്ബാക്കിൻ്റെ ലിങ്ക് അവസാനം പോസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്നാണോ അടുത്ത ക്ലാസ് തുടങ്ങുന്ന ഈ ആഴ്ച ഫുള്ളും, അല്ലെങ്കിൽ ഈ ആഴ്ച ഫുള്ളെന്ന് വിചാരിക്കാം, ഈ ആഴ്ച മുഴുവനും നിങ്ങളുടെ 5ാമത്തെ സ്റ്റെപ്പ്, അതിൽ വരുന്ന ആക്ടിവിറ്റി നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. ഓരോരോ ക്ലാസ്സുകളിൽ അതിന് 1 by 1 ആയിട്ട് നമുക്ക് ഉത്തരം തരാൻ പറ്റും. ഇപ്പോൾ 5 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിക്കും ഒറ്റവാക്കി തീർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ടൈപ്പ് R in the chat box. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ക്ലാരിറ്റി നമ്മുടെ കയ്യിൽ കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പം നമ്മൾ പറഞ്ഞ 5 സ്റ്റെപ്പുകളും 1 by 1 ആയിട്ട് തന്നെ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഫീഡ്ബാക്ക് ലിങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാം. അപ്പോൾ മെജോറിറ്റി ഡൗട്ടുകളും നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ക്ലാരിറ്റി ആദ്യം നമുക്ക് കിട്ടിയതിന് ശേഷം കുറച്ചധികം, അതായത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ ആൻസർ ചെയ്ത് നമ്മുടെ മാർക്കറ്റിംഗ് അടുത്ത ഒരു 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 60 ദിവസത്തേക്ക് എന്തിൽ ഫോക്കസ് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു പ്രോംപ്റ്റാണ് നമുക്കിന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. സാറേ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അത് അവിടെ ഒരു കാര്യം പറഞ്ഞുണ്ടോ? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ തെറ്റുകൾ പറഞ്ഞു തരാണ് ChatGPT. ഇപ്പോൾ ഓവറോൾ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരൊരു ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമല്ല. പകരം ഇങ്ങനെ പറയാനാണ് പറഞ്ഞത്. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.